മെസ്സേജ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ശാസ്ത്രീയ ലക്ഷ്യങ്ങൾ അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 6 ചരിത്ര സംഭവങ്ങളും അത് നടന്ന കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം തന്നെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെ പൂരിപ്പിച്ച് അവരെല്ലാം അതെല്ലാം പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ അതെല്ലാം ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ബൈബിളിലൊക്കെ ഇത്രയും വർഷത്തിന് മുമ്പ് ഇതൊക്കെ എഴുതിയതൊക്കെ എത്ര സത്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കും. പ്രത്യേകിച്ച് മനുഷ്യനെ ഉണ്ടാക്കിയത് തന്നെ പൊടിയിൽ നിന്ന് എടുത്തതാണ്. കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, കാൽഷ്യം, ഫോസ്ഫറസ് ഇത്രയും ഘടകങ്ങൾ കൊണ്ട് അവനെ പൊടിയിൽ നിന്നുണ്ടാക്കി. ഇതെല്ലാം ശാസ്ത്രം പിന്നീട് കണ്ടുപിടിക്കുന്ന ദൈവം അത് അത്ഭുതകരമായിട്ട് മെനഞ്ഞു എന്ന് പറഞ്ഞ് എത്ര അതിശയകരമായിട്ട് മെനഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2:7 പൊടിയിൽ നിന്ന് മനുഷ്യനെ എടുത്തു, അവൻ പൊടിയിലേക്ക് തന്നെ തിരിച്ചു ചെല്ലണമെന്നും ആത്മാവ് നൽകിയ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോകുന്നെന്ന് സഭാപ്രസംഗി 12:7 ഒക്കെ വ്യക്തമായി പറയുന്നുണ്ട്. 78 അവയവങ്ങൾ, 206 അസ്ഥി, 32 പല്ലുകൾ, 630 മസിൽ, 5.5 ലിറ്റർ ബ്ലഡ്, 10,000 കോടി ന്യൂറോൺ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. ശാസ്ത്രം പറയുന്ന പോലെ ബോഡി, ലൈഫ്, ജീവൻ ആൻഡ് ഇൻ്റലിജൻസ്, ഇതാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ ബൈബിൾ ഭാഷയിലെ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയും. ശരീരം, ജീവൻ, അതുപോലെ പ്രാണൻ, അല്ലെങ്കിൽ ഇൻ്റലിജൻസ്, ഇത് മൂന്നുമാണ് ശാസ്ത്രം പറയുന്നത്. ബൈബിള് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്നുള്ള ആശയത്തിലാണ് പറയുന്നത്. മനുഷ്യനെ എത്ര അത്ഭുതം ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളത് ബൈബിളിലെ ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ 139 സങ്കീർത്തനത്തിൽ 13-ാം വാക്യത്തിൽ അതങ്ങനെ എഴുതിയിരിക്കുന്നത് മനസ്സിലാവും. അതുപോലെ തന്നെ ജീൻസ്, 23 പെയർ ജീൻസ് മനുഷ്യന് വേണ്ടി ഉണ്ടാകും. ഇപ്പോഴേ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുകൂടെ അതിൻ്റെ കൂടെ ചേർന്ന് പറയാം. ഒരു പെയർ ജീൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കാമെന്നും അതുപോലെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാമെന്നും ഒക്കെ ഉള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏതെങ്കിലും ക്യാൻസർ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ജീന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് ആ ക്രോമസോമിനകത്തുള്ള ആ ട്രീറ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് ആ ക്യാൻസർ ഗ്രോത്ത് ഇല്ലാതാക്കാൻ പറ്റുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ വരെ ഇപ്പോഴേ കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്നുള്ളത്. ഇതിനൊക്കെ തന്നെ നമ്മൾ കാണാം. ഇതൊക്കെ മനസ്സിലാക്കും. നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം തന്നെ കൂടുതൽ ഇതിൻ്റെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന പലതും ഇസ്രായേലിൽ നിന്നാണ്. യഹൂദന്മാരുടെ ബുദ്ധിശക്തി, അതിൻ്റെ വൈഫോ ഒക്കെ വലിയ കാര്യമാണ്. നമ്മളതിനെക്കുറിച്ചും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും. എന്നാൽ ഈ ജീൻസ് മനുഷ്യരിൽ ഉള്ളതും അത് മാറ്റാനും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് അവൻ്റെ പ്രത്യുൽപാദനത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് ആ പർട്ടിക്കുലർ ടൈമിൽ പ്രഗ്നൻസിക്ക് ഒരുക്കുന്ന കാര്യം, ഇതെല്ലാം ശാസ്ത്രം ഒരു പുതിയ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വരെ ശാസ്ത്രം കയ്യിൽ അടക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യന് ദൈവത്തിൻ്റെ ആവശ്യമില്ലാതെ പോകുന്ന അവസ്ഥ. പണ്ടൊക്കെ ഒരുപാട് പേര് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലേക്ക് തിരിയുമ്പോൾ ഇന്ന് കൂടുതൽ ആളുകൾ എത്തിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളെ കാണുന്നു. യൂറോപ്പിലൊക്കെ അനേകം ആരാധനാലയങ്ങൾ വല്ല പൂട്ടി, അതൊക്കെ തന്നെ ജിംനേഷ്യത്തിനും അതുപോലെ ഹോട്ടൽസിനും ഒക്കെ കൊടുത്തായിട്ടൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഒരുപാട് ശാസ്ത്രം പുരോഗമിച്ചു. മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഒരുപാട് പുരോഗമിച്ചു. അത് തന്നെ ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ ബുദ്ധിശക്തി വളർന്നിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 12:3 പറയുന്നത് ഇങ്ങനെയാണ്: ദാനിയേലേ, അന്ത്യകാലത്ത് ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ജ്ഞാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അന്ത്യകാലം. ഈ അന്ത്യകാലത്ത് ജ്ഞാനം മനുഷ്യരിൽ വർദ്ധിക്കും. ഒരുപാട് രീതിയിൽ ജ്ഞാനം വർദ്ധിക്കും.
സയൻസ് പുരോഗമിക്കുന്നതെല്ലാം അങ്ങനെയാണ്, ഇത്തിരി പുരോഗമിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ 9 വയസ്സുള്ളൊരു കുഞ്ഞെന്ന് പറയുന്നൊരു ബാലൻ, അവൻ എഞ്ചിനീയറിങ്ങിൻ്റെ പരീക്ഷകൾ മുഴുവൻ പാസ്സായി. 9 വയസ്സ് പ്രായമേ ഉള്ളൂ. അതിന് അതനുസരിച്ച് ബുദ്ധി വികസിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ശരീരം, അവൻ്റെ ജീൻ, ഇതെല്ലാം തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മളെ ഇന്ത്യയിലെ ആധാർ കാർഡ് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് മനുഷ്യനെ അവൻ്റെ കയ്യിലെ മുദ്ര വെച്ച് അവനെ മനസ്സിലാക്കുന്നു. അതിപ്പം തമ്പ് ഇംപ്രഷൻ, അതുപോലെ അത് ഫോണിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന തമ്പ് ഇംപ്രഷൻ, ഫോണിൻ്റെ ലോക്ക് മാറ്റാൻ, അതുപോലെ തിരിച്ചറിയൽ. ബാങ്കുകളിൽ ഇപ്പം തമ്പ് ഇംപ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്, തിരിച്ചറിയൽ ഒരു മനുഷ്യൻ. എന്നാൽ അവൻ്റെ ഫിംഗർ പ്രിൻറ്റിനകത്ത് അവൻ്റെ മുഴുവൻ ക്യാരക്ടർ ഉണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ഇയ്യോബ് 37:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു. അന്നേരം ദൈവം ഓരോരുത്തർക്കും, ഓരോ ഇൻഡിവിജ്വലിനും ഓരോ കൈമുദ്ര കൊടുത്തിരിക്കുകയാണ്. കാരണം ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്ന് ഇയ്യോബ് 37:7 പറയുന്നുണ്ട്. എന്നാൽ ശാസ്ത്രം അടുത്ത കാലങ്ങളിലാണ് ആധാർ കാർഡിലേക്കും തമ്പ് ഇംപ്രഷനിലേക്കും ഒക്കെ തിരിഞ്ഞത്. ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. രക്തത്തിൻ്റെ കാര്യത്തിൽ 1924 കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ അസ്ഥികളിൽ ഉള്ള ഇതെല്ലാം ബൈബിളിലുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് അതായിട്ട് പറയുന്നത്. മനുഷ്യരക്തം ഭൂമിയിലെങ്ങും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി. അത് ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്തവും മൃഗങ്ങളുടെ രക്തവും രണ്ടും രണ്ടാണെന്നും അതുകൊണ്ട് പരിണമിച്ച് മനുഷ്യനുണ്ടായതല്ല എന്നുള്ള പ്രൂഫാണത്. ഹലോ, ശ്രദ്ധിക്കുക. മനുഷ്യന് പരിണമിച്ചുണ്ടായ കുരങ്ങിന്നുണ്ടായതല്ല എന്നുള്ളതിന് തെളിവാണ് ആ പറയുന്നത്. ഒരു ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് ഒരേ രക്തത്തിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടാക്കി. അപ്പോസ്തല പ്രവൃത്തി 17:25 വാക്യമാണ്. മനുഷ്യരുടെ രക്തവും മൃഗത്തിൻ്റെ രക്തവും വേറെയാണ്, നിറം കൊണ്ടും ബാക്കിയുള്ള കാര്യം കൊണ്ടും. അതുകൊണ്ട് മനുഷ്യൻ്റെ രക്തം, അതുകൊണ്ടാണ് പരിണാമ സിദ്ധാന്തം ശരിയല്ല എന്ന് പലപ്പോഴും പ്രൂവ് ചെയ്തിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ബൈബിൾ മനുഷ്യൻ പരിണമിച്ചുണ്ടായി എന്നുള്ളത് തെറ്റിച്ചു. അതുപോലെ ആമോസിലകത്ത് മനുഷ്യൻ്റെ കാര്യം തന്നെ പറയുന്നത് അവൻ്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കിയെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അന്നേരം കാൽഷ്യം ഒരുപാട് അസ്ഥികളിലുണ്ട് എന്നുള്ളതിന് ഉള്ള തെളിവാണ്. പിന്നെ വീണ്ടും ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, രക്തം ഭക്ഷിക്കരുതെന്ന് ദൈവം വിലക്കിയതായിട്ട് പറയുന്നുണ്ട്. രക്തം ഭക്ഷിക്കരുത്, രക്തത്തോടു കൂടി നിങ്ങൾ തിന്നരുതെന്ന് ഉൽപ്പത്തി പുസ്തകം 9:4, ലേവ്യ 17:11 ഒക്കെയുള്ള വാക്യങ്ങളുണ്ട്. അത് കാണിക്കുന്നത് എന്താണ്? ആധുനിക ശാസ്ത്രം പറയുന്നത് രക്തം കലർന്ന് കഴിച്ചാലേ ക്യാൻസർ ഉണ്ടാവുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ കൊഴുപ്പ് കഴിക്കരുതെന്ന് ലേവ്യ പുസ്തകം 7:21 പറയുന്നുണ്ട്. ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും മേധസ് നിങ്ങൾ അശേഷം തിന്നരുതെന്ന് പറയുന്നുണ്ട്. കാരണം ആ മേധസ് കൊഴുപ്പ് കഴിച്ചാൽ എന്താണ്? ഹൃദ്രോഗം ഉണ്ടാവും എന്നുള്ള കൊഴുപ്പ് കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ഹൃദ്രോഗം ഉണ്ടാവുമെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ കുഷ്ഠരോഗികളെ ഐസൊലേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞാണ് 12:5. ഇപ്പം കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യേണ്ടത്, ക്വാറന്റൈനിൽ ഇരിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി. മാസ്ക് ഉപയോഗത്തിൻ്റെ കാര്യമൊക്കെ മനസ്സിലായി. നേരത്തെ ഞാൻ പറഞ്ഞു ജ്ഞാനം വർദ്ധിക്കുന്ന വിഷയങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ ഇപ്പോഴത്തെ ഏറ്റവും സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ബഹിരാകാശ യാത്രയൊക്കെയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ, ചൊവ്വയിൽ ഇങ്ങനെയൊക്കെ പോകാനായിട്ട് ചൊവ്വയിൽ കുറച്ച് കഴിയുമ്പോൾ ചൊവ്വയുടെ പൊസിഷൻ കുറച്ചും കൂടി എന്തോ ഒരു ആ സർക്കിളിൽ നിന്ന് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ, കുറച്ചൊരു 1,000,000 വർഷത്തിൽ വന്നു കഴിഞ്ഞാൽ, ഞാനത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടാണ്, വന്നു കഴിഞ്ഞാൽ അതിലെ ടെമ്പറേച്ചർ നമുക്ക് വസിക്കാവുന്ന ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ അത് നോർമലായാൽ അവിടെ ആളിനെ പാർപ്പിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ ചൊവ്വ കീഴടക്കാനായിട്ട് പോകുന്നു. അവിടെ ഓൾറെഡി സാറ്റലൈറ്റുകളൊക്കെ അയക്കുന്നു. ചന്ദ്രനിൽ ഓൾറെഡി മനുഷ്യൻ പോയി. ഗോളങ്ങളെ കീഴ്പ്പെടുത്താനുള്ള പുറപ്പാടിലാണ് മനുഷ്യൻ. അതുപോലെ യാത്രകളെ കണ്ടമാനം ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ ഓടുമെന്ന് ദാനിയേലിൻ്റെ പുസ്തകം 12 പറയുന്ന മനുഷ്യന്
എത്രയോ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. കാരണം മനുഷ്യനിപ്പോഴേ ഈ യാത്രകൾ ചെയ്യാനായിട്ടൊക്കെയുള്ള ഫെസിലിറ്റികൾ ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴത്തെ ഈ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെയൊക്കെ കഴിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇടി കൊല്ലാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇയ്യോബ് 37:3-4 വാക്യങ്ങളിൽ മിന്നൽ ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു, അതിൻ്റെ പിന്നാലെ മുഴക്കം കേൾക്കുന്നു, ഇടി മുഴങ്ങുന്നു എന്ന് പറയുന്നു. ശരിക്കും ഇതൊക്കെ പിന്നീടാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. ഇയ്യോബിൻ്റെ പുസ്തകമാണ് വൺ ഓഫ് ദി ഏൻഷ്യൻറ്റ് ബുക്സ്. ഏറ്റവും പഴയത് ആദ്യം എഴുതിയ ബുക്ക് ഇയ്യോബിൻ്റെ ബുക്കാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ശബ്ദത്തേക്കാൾ വേഗത കൂടുതലാണ് ലൈറ്റിനെന്നുള്ളത് പിന്നീടാണ് കണ്ടുപിടിച്ചത്. എന്നാൽ ബൈബിളിൽ അതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇതെല്ലാം പഴയ കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി. എന്നാൽ ഈ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ചരിത്രം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിലുള്ള കാര്യങ്ങൾ. ഇയ്യോബ് പറയുന്നു കാറ്റിനെ തൂക്കി നോക്കുന്നു. ഇയ്യോബ് 28-25 കാറ്റിനെ തൂക്കി നോക്കുന്നു. വായുവിന് തൂക്കമില്ല എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്നാൽ കാറ്റിന് തൂക്കം ഉണ്ടെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ ബൈബിളിൽ ഗാഠനിദ്ര വരുത്തി. ശരിക്കും ഗാഠനിദ്ര മനുഷ്യന് വരുത്തിയാൽ അങ്ങനെ ചെയ്യാൻ അനസ്തേഷ്യ കണ്ടുപിടിക്കാനുള്ള റീസൺ അതാണ്. ഡോക്ടർ സിംസ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ അനസ്തേഷ്യ കണ്ടുപിടിക്കാനുള്ള കാരണം ബൈബിളിൽ നിന്ന് സ്ത്രീയെ ഉളവാക്കിയ മെത്തേഡ് ഉപയോഗിച്ച് അനസ്തേഷ്യ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ബൈബിള് അതിന് കാരണമായി തീർന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക. റേഡിയോ തരംഗങ്ങളെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. മേഘങ്ങളോളം ശബ്ദമുയർത്താമോ എന്ന് പറഞ്ഞ് ഇയ്യോബിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ റേഡിയോ മാർക്കോണി കണ്ടുപിടിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച് ആകാശത്തിൽ 400ഓളം കിലോമീറ്റർ ഉയരത്തിൽ തെർമോസ്ഫിയർ എന്ന് അതിനും അയണോസ്ഫിയർ എന്നും പറയുന്ന സ്ഥലങ്ങളിൽ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് അതിവേഗം കണ്ടെത്തുന്നു. പിന്നെ വന്നാണ് നമ്മളെ ടെലിവിഷനകത്ത് നമ്മൾ ആദ്യം നമ്മൾ ടെലിവിഷനൊന്നും ഇല്ലായിരുന്നു. എന്നാൽ 70-80കളിൽ ടെലിവിഷൻ വന്നുകൂടി നമ്മളെ വെളിപ്പാട് പുസ്തകം 11:3 പോലുള്ള 2 സാക്ഷികൾ വന്ന് പ്രസംഗിക്കുന്ന കാര്യവും അവരെ അന്തിക്രിസ്തു കൊല്ലുന്നതും അവരുടെ ജഡം 3 ദിവസം തെരുവിൽ കിടക്കുന്ന കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. ശരിക്കും ടെലിവിഷൻ വന്നതോടുകൂടി നമുക്കത് മനസ്സിലായി, അവരെ കാണാൻ പറ്റും. ആദ്യം നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ അവരെ കാണും, 3 ദിവസം അവർ തെരുവിൽ കിടക്കുന്ന സകല ജനവും കാണും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ടെലിവിഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു ഇതെല്ലാം പോയി. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് വന്നതാണ് കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടർ വന്ന് കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ വിപ്ലവം വരുത്തി. അതിൻ്റെ സൂചനയും ബൈബിളിലുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 16 തൊട്ടുള്ള വാക്യങ്ങളിൽ വലങ്കയിലോ നെറ്റിമേലോ മുദ്രയുടെ കാര്യം പറയുന്നുണ്ട്. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തൊക്കെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരിലും വലിയവരിലും സമ്പന്നരിലും ദരിദ്രരിലും സ്വതന്ത്രന്മാരിലും ദാസന്മാർക്കും എല്ലാവർക്കും വലങ്കയിലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ അതിൻ്റെ സംഖ്യയായ മുദ്ര അല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെയാകുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം വന്നതോടുകൂടി സ്കാനിങ്ങും പേയ്മെൻറ്റും ഇതെല്ലാം ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ വന്നതാണ്. ഇതെല്ലാം ബാർകോഡ് ഇതിനകത്തെല്ലാം തന്നെ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ കമ്പ്യൂട്ടറിലൊക്കെ അതെല്ലാം തന്നെ പിശാചിന് ലോകത്തെ ഭരിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുന്ന ഒരു സ്റ്റേജായിരുന്നു കമ്പ്യൂട്ടർ. എൻ്റെ ഇന്നത്തെ സമയം ഇവിടെ തീർന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നമുക്ക് അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമായിട്ട് എടുക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ച കാര്യങ്ങൾ ബൈബിളിൽ പണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നിവൃത്തിയായത് ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പറഞ്ഞത് കൂടുതലായിട്ട്. എന്നാൽ ഇനിയും വരാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇനിയും വരാനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നാളെ നമുക്ക് സംസാരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വരവാസന്നമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഒരുങ്ങി കഴിഞ്ഞു.
നിൻ്റെ വരവിന് വേണ്ടി. ശാസ്ത്രം അതിൻ്റെ രീതിയിൽ നിൻ്റെ വരവ് ഏറ്റവും അടുപ്പിക്കാനായിട്ട് ശാസ്ത്രവും ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, നിൻ്റെ വഴികൾ എത്ര അഗോചരമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ആ രീതിയിൽ കർത്താവെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകം മുഴുവൻ സാത്താന്യ ഭരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എത്ര കണ്ട് വിശുദ്ധിയോട് ജീവിക്കേണ്ടതാവുന്നുവെന്ന് ചിന്തിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ദൂരദേശങ്ങൾ, ഭവനങ്ങളൊക്കെ വിട്ട ദൂരദേശങ്ങളിൽ ആയിരിക്കുന്ന മക്കൾ ഒക്കെ ആയിരിക്കുന്ന കർത്താവെ, ചില വ്യക്തികളൊക്കെ കർത്താവെ ഇത് കാണുന്നുണ്ടല്ലോ കർത്താവെ. അവർക്ക് കർത്താവെ നാട്ടിലോട്ടൊക്കെയുള്ള അല്ലെങ്കിൽ ഭവനത്തിലോട്ടൊക്കെയുള്ള ട്രാൻസ്ഫറൊക്കെ കിട്ടാനായിട്ട് അവർ ഒരുപാട് താല്പര്യപ്പെട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഹൃദയത്തിൽ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബമായി ഒരുമിച്ചിരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ പേരൻസിനെ നോക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഭവനത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവെ അവർക്ക് സ്യൂട്ടബിളായിട്ടൊരു ട്രാൻസ്ഫർ ഈ ദിവസങ്ങളിൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലുള്ള രോഗങ്ങളിലൊക്കെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ശുശ്രൂഷിപ്പാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങൾ ദൂരദേശത്തായതിനാൽ നടക്കുന്നില്ലല്ലോ. ഈ ദിവസങ്ങൾ കർത്താവെ നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും ആ രീതിയിൽ വരുവാനായിട്ട് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ അവർ പഠിക്കാനായിട്ടുള്ള കൃപ കൊടുക്കണമേ, ശക്തി കൊടുക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ചില ആളുകൾക്ക് ചില സബ്ജക്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി തോൽവി വരും എന്ന് ചിന്തിച്ചിരിക്കുന്ന കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ബുദ്ധിയോ ജ്ഞാനമോ കുറവുണ്ടെങ്കിൽ ഈ നാളുകളിൽ അവർ ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവത്തിൽ നിന്ന് ബുദ്ധി ദൈവം ധാരാളമായി കൊടുക്കുന്ന ദൈവമായതിനാൽ വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നവർക്ക് അവർ പരിജ്ഞാനത്തിൽ നിറയ്ക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൽ നിന്ന് ബുദ്ധി പ്രാപിപ്പാനും കർത്താവെ നീ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അറ്റൻഡ് ചെയ്ത് എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് കാണണം. നിങ്ങൾ ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. കാരണം അതുപോലെ തന്നെ ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റൊക്കെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കും.